കേരള ക്രിക്കറ്റ് ലീഗിൽ ഏരീസ് കൊല്ലം സെയിലേഴ്സ് വിജയവഴിയിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇന്നൊരു ഗംഭീര പ്രകടനം, ഗംഭീര വിജയം. നമ്മോടൊപ്പം ടീമിൻ്റെ പരിശീലകരായിട്ടുള്ള രണ്ടുപേർ ചേരുന്നുണ്ട്. ടീമിൻ്റെ ഹെഡ് കോച്ചായിട്ടുള്ള മോനിഷും ഒപ്പം തന്നെ അസിസ്റ്റന്റ് കോച്ചായിട്ടുള്ള നിഖിലേഷും ചേരുന്നുണ്ട്. ആദ്യം മോനിഷിലേക്കാണ്. വീണ്ടും വിജയവഴിയിലേക്ക് മികച്ച പ്രകടനം തന്നെ തുടക്കം മുതൽ പുറത്തെടുത്തു. പക്ഷേ രണ്ട് മത്സരങ്ങളിൽ ഭാഗ്യം തുണച്ചില്ല. ഇന്ന് വീണ്ടും വിജയവഴിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ജയവും തോൽവിയൊക്കെ കളിയുടെ ഒരു പാട്ടാണ്. സോ നമുക്ക് എന്തായാലും ഒരു ഉറപ്പുണ്ടായി, നമ്മൾ എന്തായാലും നന്നായി ചെയ്യും. ജസ്റ്റ് മാറ്റർ ഓഫ് ടൈം ആയിരുന്നു. നമുക്ക് നിഖിലേഷോട് ചോദിക്കാം. അതായത് മികച്ച രീതിയിൽ ഈ പറഞ്ഞതുപോലെ എല്ലാ മത്സരം കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിൽ പരാജയപ്പെട്ട മത്സരങ്ങളിലും മികച്ച രീതിയിൽ കളിച്ചു. പക്ഷേ ഭാഗ്യം നമ്മുടെ കൂടെ അല്ലായിരുന്നു. ഇന്നിപ്പോൾ വിജയത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മളെല്ലാ മാച്ചും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഭാഗ്യം ഉണ്ടായിരുന്നില്ല. ഈ മാച്ച് നമുക്ക് അത്യാവശ്യം നല്ല ഭാഗ്യം ഉണ്ടായിരുന്നു. നല്ല നന്നായി കളിച്ചും ചെയ്തു. നമ്മൾ പ്ലാനൊക്കെ നല്ല അത്യാവശ്യം എക്സിക്യൂട്ടീവായി. പിന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ജയിച്ചു. ആദ്യത്തെ രണ്ട് മത്സരങ്ങളിൽ വിഷ്ണു വിനോദും സച്ചിൻ ബേബിയും അത്ര വലിയ ഫോമിലേക്ക് ഉയർന്നില്ല. പക്ഷേ ഇന്നലത്തെ മത്സരത്തിലായിട്ട് ഇന്ന് മത്സരത്തിലായിരിക്കും രണ്ടുപേരും മികച്ച ഫോമിലേക്ക് എത്തിയിരിക്കുകയാണ്. അല്ല, നമ്മുടെ ടീം അങ്ങനെ പറയാനായിട്ട് ഒന്നോ രണ്ട് പ്ലെയറിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന ടീമല്ല. നമ്മളെല്ലാവരും ഒരുമിച്ച് കളിക്കുന്ന ഒരു ടീമാണ്. അപ്പോൾ അവർ രണ്ടുപേർ ചെയ്തില്ലെങ്കിൽ ബാക്കിയുള്ളവർ ചെയ്യും. അവർ ചെയ്താൽ നമുക്ക് അഡ്വാൻറ്റേജേ ഉള്ളൂ. വിഷ്ണുവിന് രണ്ട് കളിയും അർഹിച്ച സെഞ്ചുറി കരികെ വീണു. അല്ല, അവൻ്റെ റൺസ് 100 ആയാലും 200 ആയാലും 50 ആയാലും ടീമിനെ ബെനിഫിറ്റ് ആണെങ്കിൽ അത്രയ്ക്ക് ഹാപ്പിയാണ് ഞങ്ങൾ. വിഷ്ണു ഓറഞ്ച് ക്യാപ്പ് സ്വന്തമാക്കിയിരിക്കുകയാണ്. ആണ് ഓറഞ്ച് ക്യാപ്പ്. ഇപ്പോൾ അവനിപ്പോൾ 180 റൺസിലെന്തോ ആണ് ഉണ്ടെന്ന് തോന്നുന്നു. സോ ഹോപ്പ്ഫുള്ളി ആ ഫുൾ ടൂർണമെൻറ്റ് അവൻ ഓറഞ്ച് ക്യാപ്പ് അവൻ്റെ അടുത്ത് തന്നെ വെക്കുന്നുള്ളൊരു ആശ്വാസമുണ്ട്. മറ്റൊരു കാര്യം കൂടി, ടീമിൻ്റെ ഫീൽഡിങ്ങിൻ്റെ പ്രകടനം എടുത്തു പറഞ്ഞേ മതിയാവുള്ളൂ. നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിലൊരു വീഡിയോ, എനിക്കത് നിഖിലേഷിന് തന്നെ ഒരു വീഡിയോ കണ്ടിരുന്നു തോന്നുന്നു. ടീമിലുള്ള എല്ലാ പ്ലേയേഴ്സിനെയും ജഡേജയെ പോലത്തെ ഫീൽഡർമാരാക്കുക എന്നുള്ളതാണ് ലക്ഷ്യമെന്ന് ഒരു ഇൻസ്റ്റാഗ്രാം വീഡിയോ ഞാൻ കണ്ടിരുന്നു. പക്ഷേ കഴിഞ്ഞ മത്സരങ്ങളൊക്കെ ഗംഭീരമായിരുന്നു. ഇടയ്ക്ക് ഷറഫിൻ്റെ ഒരു ക്യാച്ച്, ഷറഫ് എടുത്തൊരു ക്യാച്ച് ഉണ്ടായിരുന്നു. രാഹുൽ ശർമ്മ ഒരു ഫീൽഡ്, അത് ക്യാച്ചായിരുന്നു. പക്ഷേ തറയിൽ തട്ടിയതിനാൽ ഔട്ടല്ലാതാകുന്നു. അങ്ങനെ ഫീൽഡിൽ ഗംഭീര പ്രകടനം തന്നെ കാഴ്ചവെക്കുന്നു. അതിപ്പോൾ പിള്ളേർ ഇടുന്ന എഫേർട്ട് അത്രയാണ് നമ്മുടെ പ്രാക്ടീസ് സെഷൻസിലൊക്കെ ചെയ്യുന്നത്. ഞാൻ മാത്രമല്ല, ഇപ്പോൾ നമ്മുടെ എല്ലാ സപ്പോർട്ടിംഗ് സ്റ്റാഫും എല്ലാവരും ഫീൽഡിങ്ങിൻ്റെ ടുവേർഡ്സ് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് അല്ല വളരെ ജാസ്തിയാണ്. അപ്പോൾ എല്ലാവരും പിള്ളേരും അത്യാവശ്യം നന്നായി ചെയ്യുന്നുണ്ട്. അത് മാച്ചിൽ കാണാൻ പറ്റുന്നുണ്ട്. എടുത്തു പറഞ്ഞിട്ട് അജയ് ഘോഷിൻ്റെ കാര്യമാണ്. ഇന്നലത്തെ മത്സരത്തിൽ ഇമ്പാക്ട് പ്ലെയറായിട്ട് ഇറങ്ങി ശരിക്കും ഇമ്പാക്ട് ഉണ്ടാക്കി. ഇന്നൊരു 4 വിക്കറ്റും സ്വന്തമാക്കിയിട്ടുണ്ട്. പിന്നെ ഉഗ്രമായിട്ട് എറിഞ്ഞു. ഇന്നലെ ഉഗ്രമായിട്ട് എറിഞ്ഞു. അതുപോലത്തെ ഒരു സഞ്ജു പോലത്തെ ഒരു ബാറ്റ്സ്മാൻ്റെ അഗേൻസ്റ്റ് ആയിട്ട് എറിയണമെങ്കിൽ ചെറിയ കാര്യമല്ല. ഈ ബോൾ റിയലി വെൽ. ഇന്നും നന്നായി ഉഗ്രമായിട്ട് എറിഞ്ഞിട്ടുണ്ട്. 4 വിക്കറ്റ് എടുത്തുനിന്ന്. വരുന്ന മത്സരങ്ങളിലും ഗംഭീര വിജയം തുടരട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ എന്തായാലും ഈ വിജയത്തിൻ്റെ ആത്മവിശ്വാസത്തിലും സന്തോഷത്തിലുമാണ് പരിശീലകരും ഉള്ളത്. കാര്യവട്ടം സ്റ്റേഡിയത്തിൽ നിന്നും അനീഷ് കാട്ടാക്കടയ്ക്കൊപ്പം എം നിഖിൽ കുമാർ, ജനം.